വെയിൽ ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരീരാരോ ഈണമായി കിളും കിളും താളമായി കണ്ണെ നിന്നെ കാണാൻ നിന്നതാണോ ഓരോ കടകഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ ഓരോ കടകഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ പൊന്നിളം കൈകളായി നീട്ടുമേ ജീവൻ എന്നുമെൻ കൺകളാൽ കാക്കുവാൻ കൂട്ടേകാൻ പിച്ച വയ്ക്കും പാദം കാണുവാൻ കൊച്ചരിപ്പല്ലൊന്നായി കാട്ടുവാൻ കളിമ്പങ്ങളാലെ വരവായി നീ വെയിൽ ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരീരാരോ ഈണമായി കിളും കിളും താളമായി കണ്ണെ നിന്നെ കാണാൻ നിന്നതാണോ ഓരോ കടകഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ ഓരോ കടകഥകളായി കാണാം പല മുഖങ്ങളായി ആഹാ ജീവിതം എന്ന് പറയുന്നത് ഒരു നീണ്ട യാത്രയാണ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും എപ്പോഴും ഒരു തുണയായിട്ട് കൂടെയുള്ള ഒന്നാണ് സംഗീതം. നമുക്കെല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്ന്. നിങ്ങൾക്ക് നെഞ്ചിലേറ്റി താലോലിച്ച് നടക്കാവുന്ന ഒരുപാട് നല്ല നല്ല പാട്ടുകൾ മലയാളത്തിലും ഹിന്ദിയിലും ഭാഷഭേദമന്യേ ഉണ്ടായിട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം ഇവിടെ നിങ്ങൾക്കായി പുനരാവിഷ്കരിക്കുന്നു നമ്മുടെ ഈ നല്ല മ്യൂസിഷ്യൻസിനോടൊപ്പം. അതോടൊപ്പം അതിഥിയായിട്ട് ഗായകരും സംഗീതജ്ഞരും എല്ലാവരും എത്തുന്നു. On that note, let me welcome you all once again to another episode of Duet. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കണ്ടു, നമ്മൾ
നമ്മളോടൊപ്പം മൃദുലയായിരുന്നു. മൃദുല കുറേ നല്ല പാട്ടുകൾ പാടി, കുറേ കാര്യങ്ങൾ പറഞ്ഞു. മൃദുലയുടെ വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല. നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം ഓൺ ഡ്യുവറ്റ് മൃദുല വാര്യർ. ഹായ് മൃദുല, വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡ് മൃദുലയുടെ പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. ശരിക്കും റിയലി ഗ്ലാഡ് ടു ഹാവ് യു ഓൺ ഡ്യുവറ്റ്. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചിയുടെ കൂടെ സംസാരിച്ചും പാട്ടും ഒക്കെ പാടി. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക മൃദുല, ഇപ്പം ഞങ്ങളൊക്കെ വെച്ചാൽ മൃദുലയുടെ ഓരോ സ്റ്റെപ്പും കണ്ടിട്ടുള്ള ആൾക്കാരാണ്. യുനോ റൈറ്റ് ഫ്രം സൂപ്പർ സ്റ്റാർ മൃദുലയുടെ ഒരു ഗ്രോത്ത് കണ്ടിട്ടുള്ള ആളാണ്. അപ്പം അന്നേ ഞങ്ങൾക്ക് അറിയാം മൃദുലയ്ക്ക് എത്ര ടാലൻറ്റ് ഉണ്ട് എന്നുള്ളത്. ആസ് മ്യൂസിഷ്യൻസ്, ആസ് സിംഗേഴ്സ് ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പം മൃദുലയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു നല്ലൊരു അംഗീകാരം കിട്ടി, ഒരു ബ്രേക്ക് കിട്ടി എന്നൊക്കെ അറിയുമ്പോൾ വി വെരി ഹാപ്പി ഫോർ യു. ഗോഡ് ബ്ലെസ് യു ഓൾവേസ്. കുറേ എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ അല്ലേ, ഇങ്ങനെ ഈ കോമ്പറ്റീഷൻസിന് പോകുമ്പോഴും സ്പിരിറ്റും. സ്കൂൾ ടൈം ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഞാൻ സിംഗിങ് കോമ്പറ്റീഷൻസിന് അല്ലാതെയും വേറെ കുറേ ഐറ്റംസും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഭയങ്കര രസകരമായിട്ടുള്ള കഥകളാണ്. പറയൂ. ഞാൻ മോണോ ആക്ട് വരെ ചെയ്തിട്ടുണ്ട്. മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, അത് ശരി, ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ ശരിക്കും. പിന്നെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ആദ്യമായിട്ട് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടി ലൈറ്റ് മ്യൂസിക്കിൽ. അതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയായിരുന്നു. അത് ഭയങ്കര ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ ഓർമ്മയുണ്ട്. അത് എൻ്റെ പേരുമായിട്ട് റിലേറ്റഡ് ആണ്, മൃദുമന്ദഹാസം. ഓ, മൃദുമന്ദഹാസം ആണോ? അറിയോ? ഓരോ സീസണിലും ഇങ്ങനെ ഓരോ ലൈറ്റ് മ്യൂസിക്കിന് ഓരോ പാട്ടുകൾ ഉണ്ടാവും. ഉണ്ട്. അത് ഭയങ്കര ആ സമയത്ത് കത്തി നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു. ഞാനല്ലാതെ വേറെ 2 പേരും ആ പാട്ട് പാടിയിരുന്നു. എന്നിട്ടും എനിക്ക് പ്രൈസ് കിട്ടി. അതുകൊണ്ട് എനിക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് അത് കിട്ടിയത്, പ്രൈസ്. അത് ശരി. മൃദുമന്ദഹാസം ഒന്ന് കേൾക്കാം. ഞാനും അത് കേട്ടിട്ട് കുറേ കാലങ്ങളായി കേൾക്കാനൊരാഗ്രഹം പെട്ടെന്ന്. ഇങ്ങനെ ഈ പാട്ട് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. പിയാനോ ബാക്കിങ്ങും ഫ്ലൂട്ടും കേട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ പാട്ട്. പാടാനും നല്ലൊരു ഭയങ്കര സുഖം അല്ലേ അത്.